നമസ്കാരം. ഹിന്ദി ഹൃദയഭൂമിയിൽ ബി.ജെ.പിയുടെ സ്വാധീനം ചെറുതല്ല എന്നതും ഇന്ത്യ മുന്നണിക്ക് പോലും ഹിന്ദി ഹൃദയഭൂമിയിൽ ബി.ജെ.പിക്ക് ഒരു തരത്തിലും അവരുടെ ഗ്രാഫ് കുറയ്ക്കാൻ കഴിയില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ പതിവിലേറെ ആത്മവിശ്വാസം ബി.ജെ.പി കേന്ദ്ര നേതാക്കൾക്ക് ഉണ്ട്. 2014-ലും 2019-ലും നേടിയ വിജയം ഉത്തരേന്ത്യയിൽ വലിയൊരു വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് മണ്ഡലങ്ങളിലെ താഴെത്തട്ടിൽ വരെ നടക്കുന്ന ചിട്ടയായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി.ജെ.പിക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ബി.ജെ.പി വൻ മാറ്റങ്ങളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. 1984-ലെ ബി.ജെ.പി അല്ല ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി ഇപ്പോൾ ബഹുദൂരം വളർച്ച പിന്നിട്ടിരിക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് GST തട്ടിപ്പാണെന്നും റാഫേൽ യുദ്ധവിമാനം വാങ്ങിയതിൽ വൻ അഴിമതിയുണ്ട് എന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുകയും സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയൊക്കെ ചെയ്തത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റാഫേൽ അഴിമതി അന്വേഷിക്കണമെന്ന് പറഞ്ഞ പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോഴും അത് സുപ്രീം കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. അന്ന് വലിയ പ്രതിഷേധം നടന്നിട്ടും ഹിന്ദി ഹൃദയഭൂമിയിലുള്ളവർ താമരയെ കൈവിടുക ചെയ്തിട്ടില്ല. അന്ന് ഹിന്ദി ഹൃദയഭൂമി മോദിയുടെയും ബി.ജെ.പിയുടെയും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പോളിംഗ് ശതമാനം കുറവാണ് എന്നതിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരമില്ല. ഇതിൽ കോൺഗ്രസ് കളിക്കളത്തിലില്ല. അവർ ഗാലറിയിൽ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് സാധാരണ ജനത്തെ പോലെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് കളി വീക്ഷിക്കുകയാണ് അവർ. കോൺഗ്രസിന് 20 സീറ്റെങ്കിലും കിട്ടിയാൽ ഭാഗ്യമെന്ന് വേണം പറയാൻ. 2019-ലെ കണക്കുകൾ നോക്കുമ്പോൾ 49-ൽ 32 സീറ്റുകളും ബി.ജെ.പി വിജയിച്ചിരിക്കുകയാണ്. സംഘകക്ഷികൾ 9 സീറ്റുകളടക്കം 41 സീറ്റുകളാണ് കഴിഞ്ഞ തവണ NDA നേടിയത്. യു.പിയിലും ബീഹാറിലും 5ാം ഘട്ട വോട്ടെടുപ്പ് നടന്ന എല്ലാ ലോക്സഭാ സീറ്റുകളിലും വിജയപ്രതീക്ഷയാണ് ബി.ജെ.പിക്കുള്ളത്. 2019-ൽ ബീഹാറിൽ 5-ൽ 5-ഉം യു.പിയിൽ 14-ൽ 12-ഉം ബി.ജെ.പിക്കൊപ്പം നിന്നിരുന്നു. ഇന്ന് വോട്ടെടുപ്പ് നടന്ന 2 മണ്ഡലങ്ങളായ അമേഠിക്ക് പുറമെ റായ്ബറേലിയിലും ഇത്തവണ ബി.ജെ.പി പ്രതീക്ഷ വയ്ക്കുന്ന ഇടം കൂടിയാണ്. അമേഠിയിലും റായ്ബറേലിയിലും ബി.ജെ.പിക്ക് ശക്തമായ പ്രചാരണം നടത്താൻ സാധിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് വ്യക്തമാണ്. രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌവിലും ഝാൻസി, അയോധ്യ, ഘോഡ, കൈസൻഗഞ്ച്, ബാരാബങ്കി, കൗശംബി തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളും മോദിയെ അനുകൂലിക്കുന്നവരുമാണ്. ബീഹാറിലെ സീതാമതി, മധുബനി, മുസാഫിർപൂർ എന്നിവിടങ്ങളിൽ വിജയം ആവർത്തിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അവിടെ പ്രതിപക്ഷ പാർട്ടികൾ മത്സരിക്കുമ്പോൾ 2 അക്കം കടക്കാൻ നന്നായി അവർക്ക് വേർക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. ഇപ്രാവശ്യം ബംഗാളിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. മമതാ ബാനർജിയുടെ ധാർഷ്ട്യം കാരണം ബംഗാളിൽ വൻ സംഘർഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ ഗുണ്ടകൾ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും വെട്ടുകയും കുത്തും കൊലപാതകവുമായി അവിടെ ബംഗാളിൽ ഒരു വർഗീയ കലാപം തന്നെ അവർ അഴിച്ചുവിടുന്നുണ്ട്. ഇക്കുറി ബംഗാളിൽ മൊത്തത്തിൽ ബി.ജെ.പി പിടിക്കാൻ സാധ്യത ഏറെക്കൂടെ കാണുന്നുണ്ട്. മമതാ സർക്കാർ ഇന്ത്യ മുന്നണിയിൽ നിന്നും ഇടഞ്ഞു നിൽക്കുന്നതും ഗവർണർ മമതാ സർക്കാരിനെതിരെ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയതും ഒരു പ്രധാന കാരണമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5 ഘട്ടങ്ങളിൽ പൂർത്തിയാകുമ്പോൾ 428 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് അവസാനിച്ചിരിക്കുന്നത്. മെയ് 25-ന് 58 മണ്ഡലങ്ങളിലും ജൂൺ 1-ന് 57 മണ്ഡലങ്ങളിലുമാണ് ഇനി വോട്ടെടുപ്പ് അവശേഷിക്കുന്നത്. ബാക്കിയുള്ള 114 സീറ്റുകളിൽ 75 സീറ്റുകളും ബി.ജെ.പിയുടെ കൈവശമാണുള്ളത്. മെയ് 25-നാണ് ഡൽഹിയിൽ 7 മണ്ഡലങ്ങളടക്കം 8 സംസ്ഥാനങ്ങളിലെ 58 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. ഡൽഹിയിൽ വീടാന്തരം കയറിയുള്ള പ്രചാരണവും കുടുംബയോഗങ്ങളും റോഡ് ഷോകളും ബി.ജെ.പിയുടെ കരുത്തിന് ശക്തി പകരുന്നുണ്ട്. അഴിമതി കേസിൽ കെജ്രിവാളിന്റെ ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള കേസുകളും വനിതാ MP മർദ്ദിച്ച കേസും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ മണ്ണ് ഒലിച്ചു പോകാൻ കാരണമാകുന്നുണ്ട്. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് 5 ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ പ്രതികരിക്കുന്നത്. 5 ഘട്ടങ്ങൾ കഴിഞ്ഞതോടെ 300-ലധികം സീറ്റുകൾ ഉറപ്പായെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ബാക്കി അവശേഷിക്കുന്ന 2 ഘട്ടം തിരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ 300-ൽ 400 സീറ്റുകൾ കൂടാൻ സാധ്യത ഉണ്ടെന്ന് ബി.ജെ.പി കണക്കാക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ ജാതി അടിസ്ഥാനത്തിൽ വോട്ടുകൾ പാർട്ടികൾക്ക് പോകാത്തതും ബി.ജെ.പിക്ക് നേട്ടമായി മാറുന്നുണ്ട്. ജാതിക്കതീതമായി വോട്ടർമാർ വോട്ട് ചെയ്യുന്നു. ബീഹാറിലും യു.പിയിലും യാദവ വോട്ടുകൾ ബി.ജെ.പിക്ക് വലിയ തോതിൽ ലഭിക്കുന്നതായും ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കുന്നു. ഇനി വോട്ട് നിലയിൽ ചെറിയ തോതിലെങ്കിലും വ്യത്യാസം വന്നാൽ പോലും ബി.ജെ.പി തന്നെയായിരിക്കും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോകുന്നതെന്നും മോദി വീണ്ടും അധികാരത്തിൽ വരും എന്നതിൽ യാതൊരു സംശയവുമില്ല, തർക്കവുമില്ല.